ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മൾ പ്രൈവറ്റ് ഫേംസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പല പല ഫേംസും മാറും. സോ നമ്മൾ എല്ലാ ഫേം മാറുമ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി എഫിൻ്റെ ഡോക്യുമെൻറ്റ്സും പിന്നെ എല്ലാ ഫോംസും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യും. പക്ഷെ പലരും നെഗ്ലക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. പ്രീവിയസ് ഫേമിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള നോട്ട്സുകളും അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഫേമിൻ്റെ എംപ്ലോയി ഐ ഡി എല്ലാ ഫേമിൻ്റെയും എംപ്ലോയി ഐ ഡി നമ്മളിപ്പോൾ 4-5 ഫേംസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഫേംസ് വിട്ട് പോകുമ്പോൾ എല്ലാം കെയർ ചെയ്യണ പോലെ തന്നെ അവിടെ നമ്മൾ യൂസ് ചെയ്ത നോട്ട്സും അതേപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ആൻഡ് എംപ്ലോയി ഐ ഡി ഓരോ ഫേമിൻ്റെയും എംപ്ലോയി ഐ ഡിയും അവിടെ നമ്മൾ യൂസ് ചെയ്ത നോട്ടും പറ്റാവുന്നത് നമ്മൾ കളയാണ്ടിരിക്കുക. കാരണം നമുക്ക് മെയിൻലി ഇത് യൂസ്ഫുൾ ആവുന്നത് അക്കൗണ്ടിങ്, എം.കോം, ബി.കോം അങ്ങനത്തെ നെക്സ്റ്റ് പ്രീവിയസ് എക്സ്പീരിയൻസ് വേണ്ട ഫേംസിനാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. സോ നമ്മൾ യൂസ് ചെയ്ത നോട്ട്സും നമ്മുടെ എംപ്ലോയി ഐ ഡിയും നമ്മൾ എപ്പോഴും ഒരു ഫേമിൽ നിന്ന് വേറെ ഫേമിലേക്ക് പോകുമ്പോൾ ചിലരുടെ ഒരു ധാരണയാണ് ഈ ഫേമത്തിന് ഒന്നും വേണ്ട, അപ്പുറത്തെ ഫേമത്തെല്ലാം മതി. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് എപ്പോഴെങ്കിലും നമുക്കത് യൂസ്ഫുള്ളായിട്ട് വരും. സോ എല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ നോട്ട്സ് നമ്മുടെ നോട്ട്ബുക്കും നമ്മുടെ എംപ്ലോയി ഐ ഡിയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഒരേപോലെ. സോ ഒരു ഫേമിൽ പോകുമ്പോൾ ആ ഫേമിൻ്റെ നോട്ട്സും എംപ്ലോയി ഐ ഡിയും എപ്പോഴും കീപ്പപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എച്ച് ആർമാർ ഭാവിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മൾ വലിയ വലിയ ബിഗ് അക്കൗണ്ടിങ് ഫേംസിലൊക്കെയാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എച്ച് ആർമാർ പ്രീവിയസ് ഫേമിൻ്റെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു തവണ കോൺട്രാക്ച്വൽ കിട്ടി, വീണ്ടും ഒരു കോൺട്രാക്റ്റ് കിട്ടുമ്പോൾ ആ പ്രീവിയസ് ഫേമിൻ്റെ സാപ്പ് ഐ ഡി ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ പ്രീവിയസ് ഫേമിൻ്റെ സാപ്പ് ഐ ഡി അറിഞ്ഞിരിക്കണം, അത് മസ്റ്റാണ്. എച്ച് ആർമാർ ചോദിക്കുമ്പോൾ ആ സാപ്പ് ഐ ഡി നമുക്ക് അറിയണം. സോ നമ്മളതെല്ലാം കീപ്പപ്പ് ചെയ്യണം. താങ്ക് യു.